ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിലെ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എടുക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 17 വരെയാണ് എടുത്തത്. ഞാനിതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാം. ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെ പഠിക്കണം എന്നുള്ള ചെറിയ ചെറിയ ടിപ്സും ഞാൻ എൻ്റെ ക്ലാസ്സിൽ വിടുന്നുണ്ട്. പിന്നെ ഷോർട്സ് ആയിട്ടും കുറച്ച് ടിപ്സ് ഞാൻ വിടാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 18 തൊട്ടിട്ടാണ്. സെൻട്രൽ ഹിമാലയാസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സെൻട്രൽ ഹിമാലയാസ്, ദ പാർട്ട് ഓഫ് ഹിമാലയാസ് ഫ്രം റിവർ കാലി ടു ദ റിവർ ടെത്തിസ്. കാലി റിവറിൻ്റെയും ടെത്തിസ് റിവറിൻ്റെയും ഇടയിലാണ് നമ്മുടെ സെൻട്രൽ ഹിമാലയ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മാപ്പ് കാണിച്ച് അതിൽ അടയാളപ്പെടുത്തി തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം നല്ല വിശദമാക്കി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം തേർഡ് പാർട്ട് പഠിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് എന്താണ് ഈ പാഠമെന്ന് നന്നായിട്ട് ക്ലിയർ ആവുകയുള്ളൂ. ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കാലി റിവറിൻ്റെയും ടെത്തിസ് റിവറിൻ്റെയും സെൻട്രലായിട്ടാണ് നമ്മൾ സെൻട്രൽ ഹിമാലയ വരുന്നത്. ആൻഡ് ദെൻ നമ്മളുടെ ഈ ഒരു സെൻട്രൽ ഹിമാലയ കൂടുതലായിട്ടും പോകുന്നത് നേപ്പാൾ രാജ്യത്തിലൂടെയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു സെൻട്രൽ ഹിമാലയ നേപ്പാൾ ഹിമാലയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ സെൻട്രൽ ഹിമാലയാസിനെ പറ്റി 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൺലി ദ വെസ്റ്റേൺ സിക്കിം ആൻഡ് ദ ഡർജിലിംഗ് റീജിയൻ ദ സെൻട്രൽ ഹിമാലയ ആർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ സെൻട്രൽ ഹിമാലയാസിൽ ഉള്ള 2 റീജിയൻസിൻ്റെ പേരാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇനി നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഹൈയസ്റ്റ് പീക്ക് ഏതാണെന്ന്. അതേതാണ്? മൗണ്ട് K2 ആണ്. അതിൻ്റെ പിക്ചറൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നതാണ്. അത് വേൾഡിലെ തന്നെ 2nd റാങ്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ആരായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരായിരുന്നു ഫസ്റ്റിൽ? മൗണ്ട് എവറസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് അവിടെയാണ് നമ്മളുടെ ഈ ഒരു മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. അതും കൂടെ സെൻട്രൽ ഹിമാലയയിൽ പെട്ടതാണല്ലോ നേപ്പാളിലാണ് കൂടുതൽ സെൻട്രൽ ഹിമാലയ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻട്രൽ ഹിമാലയയുടെ പേര് നേപ്പാൾ ഹിമാലയ എന്നും വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ നേപ്പാളിൽ തന്നെയാണ് എന്തുള്ളത്? മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. അതിന് നമ്മൾ പറയുകയാണെങ്കിൽ മൗണ്ട് Kanchenjunga and the Nadul Pass only the China border are located in this region. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ചൈന ബോർഡറിലുള്ള നമ്മളുടെ ഈ 2 ഒരു മൗണ്ടെയിനും പിന്നെ ഒരു പാസും ഉണ്ട്. ഇത് നിൽക്കുന്നത്, അതായത് അതിൻ്റെ ഒരു റീജിയനാണ് ഇവിടെ എന്നാണ് നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടീ കൾട്ടിവേഷന് ഏറ്റവും കൂടുതൽ അവിടെയാണ് ടീ കൾട്ടിവേഷൻ കൂടുതലുണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈസ്റ്റേൺ ഹിമാലയാസിനെ പറ്റിയാണ് പഠിക്കുന്നത്. There are low hills in compounded to the western Himalayas. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മളുടെ ഈസ്റ്റേൺ ഹിമാലയ വെസ്റ്റേൺ ഹിമാലയയുമായിട്ട് ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഈസ്റ്റേൺ ഹിമാലയ ഉണ്ടല്ലോ ചെറുതാണ്, അത്രയും ചെറുതാണെന്നാണ് പറയുന്നത്. ടെത്തിസ് ടു ദ റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റിലുള്ള ടെത്തിസിൻ്റെയും ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് നമ്മളുടെ ആൾ വരുന്നത്. അതൊക്കെ നമ്മൾ മാപ്പിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ് കേട്ടോ. This
ഈസ് ഓൾസോ നോൺ ആസ് ആസാം ഹിമാലയാസ്. അതുകൊണ്ട് തന്നെ ഇതിന് ആസാം ഹിമാലയാസ്, ആസാമിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, നമ്മുടെ ഹിമാലയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന് ആസാം ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ റീജിയൻ ഇൻ ദിസ് റീജിയൻ ഈസ് നംച ബർവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹയസ്റ്റ് പീക്കും ഇവിടെയാണ്. 7756 മീറ്റേഴ്സ് ആണ് അതുള്ളത് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈസ്റ്റേൺ ഹിമാലയ റീജിയൻസിലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഈ ഈസ്റ്റേൺ ഹിമാലയ റീജിയൻസ് എന്നല്ല, ഒരുപാട് ഹിമാലയാസിനെ പറ്റി നമ്മളിപ്പോൾ പഠിച്ചു. അങ്ങനെയുള്ള ഓരോ ഹിമാലയാസിലും നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എക്സാമിനൊക്കെ വരാൻ നല്ല സാധ്യത ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈസ്റ്റേൺ ഹിമാലയ റീജിയൻസിലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഏതൊക്കെയാണെന്നറിയോ? ബ്രഹ്മപുത്ര, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ബ്രഹ്മപുത്ര. പിന്നെ കമോങ് ഉണ്ട്, ലോഹിത് ഉണ്ട്, സുബ്രൻസിരി ഉണ്ട്. ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കമോണ്ട്, ലോഹിത്, സുബ്രൻസിരി. നമ്മൾ പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ സുബ്രൻസിരിയൊക്കെ സിരീനെ ആലോചിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. ഈ സ്ഥലങ്ങൾ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഒരുവിധം പാഠത്തിലില്ല, എല്ലാം ഒരുവിധം നമുക്ക് മൈൻഡിൽ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതിൽ ഇപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിൽ നമുക്ക് ഇത്ര തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പൂർവച്ചൽ ഹിൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പൂർവച്ചൽ ഹിൽസിനെ പറ്റി പഠിക്കാം. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് അരുണാചൽ പ്രദേശ് തൊട്ടിട്ട് മിസോറാം വരെയാണ് നീണ്ടു കിടക്കുന്നത്. അതാണ് ഇതിൽ നമ്മൾ മെയിനായിട്ടൊന്ന് പഠിക്കേണ്ടത്. പിന്നെ 500 to 3000 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഉയരത്തെ നമ്മൾ പറ്റി പറയുന്നത്. 500 to 3000 മീറ്റേഴ്സ് ആണ് പറയുന്നത്. ആൻഡ് ദെൻ അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പേര് വന്നു? പൂർവച്ചൽ ഹിൽസ് എന്ന പേര് വരികയും ചെയ്തു. ആൻഡ് ദെൻ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആർ ഇതിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹിൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. പഡ്കൈപ്പും എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. പിന്നെ എന്താണ്, ദ നാഗ ഹിൽസ് ഉണ്ട്, ദ മിസോ ഹിൽസ് ഉണ്ട്, ആൻഡ് ദ മണിപ്പൂർ ഹിൽസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഹിൽസിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചാരപ്പൂഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുന്നേ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ഉള്ളത്. ബട്ട് ഇപ്പം ആ സ്ഥലം മാറി, ഇപ്പം ചാരപ്പൂഞ്ചിയിലല്ല, ഇപ്പം എവിടെയാണെന്നറിയോ? മൈസിൻ റാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് ചാരപ്പൂഞ്ചിയുടെ ഏതാണ്ട് അടുത്തായിട്ട് തന്നെയാണ് മൈസിൻ റാം വരുന്നത്. ലൊക്കേറ്റഡ് ഹിയർ റിസീവ് ദ ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ഉള്ള സ്ഥലം നമ്മുടെ ചാരപ്പൂഞ്ചിയിൽ നിന്നും വേറൊരാൾ തട്ടിയെടുത്തു കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ക്ലൈമറ്റിനെ പറ്റിയിട്ടാണ്. ലോവർ മൗണ്ടെയിൻ പാർട്ട് ഉണ്ടാവില്ല, അതായത് അധികം തണുപ്പൊന്നും ഇല്ലാത്ത ഏരിയാസ് ഉണ്ടാവുമല്ലോ, അവിടെ ഒരു മിഡിൽ ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് എന്താണ് വെച്ചാൽ മിൽഡ് ടെമ്പറേച്ചർ ആയിരിക്കും, ഒരു മീഡിയം ടെമ്പറേച്ചർ ആയിരിക്കും അവിടുത്തേത്. അതിന് എക്സാമ്പിളാണ് ശിവോൾക്കറയിൽ. അപ്പോൾ അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ്. അവിടെ അതൊരു താഴ്ന്ന പ്രദേശമാണ്. ഒരു താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണെന്നാണ് പറയുന്നത്, ഒരു മിഡിൽ ടെമ്പറേച്ചറാണ് അവിടെ ഉള്ളത്. എന്താണ്, നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറാണ് ശിവാക്കിൽ. ബട്ട് അതായത് നല്ല ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ, ഇപ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ, ഊട്ടിയൊക്കെ എന്താണ് കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അവിടെ തണുപ്പുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ സീസണിൽ തണുപ്പുണ്ട്, അത്യാവശ്യം
തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പാലക്കാടൊക്കെ താഴ്ന്ന പ്രദേശങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ പാലക്കാടിൽ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ലോവർ ആയിട്ടുള്ള, അതായത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു മിഡിൽ ടെമ്പറേച്ചറിലാണ് പോകുന്നതെങ്കിൽ നല്ല ഹൈയിൽ നിൽക്കുന്ന ഈ മൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല എക്സ്ട്രീം വിൻ്റർ ക്ലൈമറ്റാണ്, നല്ല ക്ലൈമറ്റാണ്. അത് ലഡാക്ക് അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്ലൈമറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മൺസൂണിനെ പറ്റിയിട്ടാണ്. നമ്മളെ ക്ലൈമറ്റിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ ആർ റിസീവ്ഡ് അലോങ് ദ സൗത്തേൺ സ്ലോപ്പ് ഇൻ ഷിവാൾക്ക് റീജിയൻ, ദ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. പിന്നെന്താണ് സ്നോഫോൾ ഇൻ കോമൺ ഇൻ ദ ഹയസ്റ്റ് റീജിയൻസ് ഇൻ ദ മൗണ്ടെയിൻസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെയും പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഡ്രെയിനേജ് സിസ്റ്റത്തെ പറ്റിയാണ്. ഡ്രെയിനേജ് സിസ്റ്റത്തിൽ എന്ന് പറയുകയാണെങ്കിൽ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയാസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു 3 നദികളുണ്ട്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദികളെ പറ്റി ഒന്നും കൂടെ നമ്മളൊന്ന് വിശദീകരിച്ച് പഠിക്കുകയാണ് ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ അവൈലബിൾ ആണ്. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഇൻഡസ് നദിയും ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക കേട്ടോ. ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി പറയുന്നത് നമ്മൾ ഇൻഡസ് നദിയെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് എന്താ ചോദിക്കുക, ആദ്യം അങ്ങനെ ചോദിക്കും, നിനക്ക് സുഖമല്ലേ, എത്ര നാളായി കണ്ടിട്ട്, നീ എവിടുന്നാണ് വരുന്നത് നമ്മൾ ചോദിക്കില്ലേ, നീ എവിടുന്നാണ് വരുന്നത്. അതേപോലെ നമ്മൾ ചോദിക്കുകയാണ് ഇൻഡസ് നദിയോട്, നീ എവിടുന്നാണ് വരുന്നത്. എന്താണ് ചോദിക്കുന്നത്, നീ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. റിവർ ഇൻഡസ് ഒറിജിനേറ്റഡ് ഫ്രം ബോഗൽചു ഗ്ലസിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തു നിന്നാണ്. എവിടെയുള്ള ബോഗൽചു ഗ്ലസിയർ ആണ്, മാനസരോവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാക്ക് ഉണ്ട്, ആ ഒരു ലാക്കിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആൻഡ് ദെൻ നമ്മളുടെ ഈ ഒരു ഇൻഡസ് നദിയെ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ഈസ്റ്റേൺ ഹിമാലയാസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റിവർ ഗംഗ റിവറിനെ പറ്റിയിട്ടാണ്. നമ്മളുടെ ഗോമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഗംഗോത്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തൂടെയാണ് ആര് വന്നിട്ടുള്ളത്, ഗംഗാ നദി വന്നിട്ടുള്ളത്. യമുന, അതേമാതിരി കുറേ ഉണ്ട്, കോസി, അങ്ങനെ ഒരുപാട് നദികൾ കൂടിച്ചേർന്ന് എല്ലാവരും കൂടെ വന്ന് നമ്മളുടെ ഗംഗാ നദിയായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ ഗംഗാ നദിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ഉണ്ട്. അതാണ് ഉത്തരാഖണ്ഡും പിന്നെ ഒന്ന് നേപ്പാളിലുള്ളതും. ഇനി നമ്മൾ പറയുന്നത് റിവർ ബ്രഹ്മപുത്രയെ പറ്റിയിട്ടാണ്. ബ്രഹ്മപുത്ര എവിടെ നിന്നാണ് ഉണ്ടായത് എന്നറിയാമോ? ചമയൻ ദുഃഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളെ ബ്രഹ്മപുത്ര ഉണ്ടായത്. മാനസരോവർ ലാക്കിൻ്റെ അടുത്തുള്ള നമ്മൾ പറഞ്ഞ ചമയൂം ദുഃഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്നാണ് ബ്രഹ്മപുത്ര ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദെൻ അവിടെയുള്ള സച്ച് ട്രൈബൽസിനെ പറ്റിയിട്ടും ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പേര്? ഡിബാങ് ഉണ്ട്, പിന്നെ ലോഹിത് ഉണ്ട്, അതേമാതിരി തന്നെ മാനസ് എക്സെട്ര, അങ്ങനെ കുറച്ച് ഇതുണ്ട്. പിന്നെ ഡ്രൈനേജ് സിസ്റ്റത്തിൽ തന്നെ ഈസ്റ്റേൺ ഹിമാലയയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പഠിക്കാനുള്ളൂ, നാച്ചുറൽ വെജിറ്റേഷനെ പറ്റിയിട്ട്. നാച്ചുറൽ വെജിറ്റേഷനിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ഫാക്ടേഴ്സ് എഫക്റ്റഡ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നാച്ചുറൽ വെജിറ്റേഷനിൽ തന്നെ നമ്മൾ ഏറ്റവും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോയിൽ ഒരു മെയിൻ കണ്ടൻറ്റാണ്. നല്ല സോയിൽ വേണം. ആൻഡ് ദെൻ ക്ലൈമറ്റ് ശരിയായിരിക്കണം. നല്ലൊരു ക്ലൈമറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചെടികൾ ഉണ്ടാക്കണം. ആൻഡ് ദെൻ ടോപ്പോഗ്രഫി ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഭൂപ്രകൃതി. നമ്മൾ സ്ഥലം നോക്കി വേണമല്ലോ നമ്മൾ കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. ഉയരം ഒരു പ്രശ്നമാണ് കേട്ടോ. അതൊന്നും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഉയരം ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ ബാക്കി പാഠമായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.